അമ്പാൻ തുറസി ഷളേ നീ പന്ത കണ്ട പെരിച്ചാലി പോലും നിമിടിക്കാണ്ട് കാര്യം പറ. പിന്നെ പറഞ്ഞു ഞാൻ രക്ഷിക്കും. നേരെ കോംപ്ലക്സിൽ അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് മാരകം. ഞാൻ എങ്ങനെ ഒരു പടം തരണമെന്ന് ആഗ്രഹിച്ചു, അതുപോലെ തന്നെ പടം വന്നേക്കുന്നത്. അല്ലല്ല ക്ലൈമാക്സ് അടിപൊളി. അങ്ങനെയൊക്കെ വഴിയില്ലോ. എന്റെ പൊന്നു ബ്രോ, നാഗ് അശ്വിൻ ബ്രോ, എന്തൊരു പടമാണ് എടുത്ത് വെച്ചേക്കണ. ക്ലൈമാക്സിനോട് അടുത്ത് ഒരുപാട് റൊമാൻറ്റിഫിക്കേഷൻ മൊമെന്റ്സ് തന്നൊരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് കൽക്കി. 2898 AD ഇസ് ജസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്. വേറെ ലെവൽ പടം. ശരിക്കും അത്യുഗ്രൻ സാർ, സൂപ്പർ സാർ, സൂപ്പർ സാർ. പടം രക്ഷയില്ല കേട്ടോ, സൂപ്പർ പടം. ക്ലൈമാക്സ് കണ്ടറിയണത്, രക്ഷയില്ല. ഇങ്ങനത്തെ ഒരു പടം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പ്രഭാസക അടിപൊളിയാണ്. പിന്നെ മസ്റ്റ് വാച്ച് ആണ്. തിയേറ്ററിൽ എന്തായാലും പോയി കാണണം. പോയി കണ്ടില്ലെങ്കിൽ ഒരു നഷ്ടമാണ്. എന്താ വിശ്വാസമാകുന്നില്ലേ? ഞാൻ ആരാ എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും എത്ര അവസരങ്ങൾ കിട്ടിയാലും മനുഷ്യൻ മാറില്ല, മാറാൻ കഴിയില്ല. നോക്കിയടാ രോമ എന്നേക്കുന്നത്. 600 കോടി രൂപയിൽ 1 രൂപ അങ്ങനെ വേസ്റ്റ് ചെയ്തിട്ടില്ല. 1 രൂപ. വിഷ്വൽസ് എന്നൊക്കെ പറഞ്ഞിട ഒരു ഇംഗ്ലീഷ്, ഒരു ഹോളിവുഡിലെ ഒരു സാധനം കാണുന്ന ഫീലായിരുന്നു എനിക്ക് ഫുൾ ഓൺ സിനിമയിൽ. ടേക്ക് മൈ മണി എന്ന് പറയുന്ന ആ ഒരു സാധനമാണ്. ആ ഒരു സീക്വൻസ് മതി എനിക്ക് ഈ സിനിമ ഫുൾഫിൽ ആവാൻ. ഒരു സീൻ ബിൽഡിംഗ് ഉണ്ട് ഈ പടത്തിൽ. ആ ഒരു സീനിന് വേണ്ടി മാത്രം എനിക്ക് വേണമെങ്കിൽ ഈ സിനിമ ഒന്നും കൂടി കാണണമെന്നുണ്ട്. ഒന്നും പറയാനുള്ളൂ. അടിപൊളി പടം, സൂപ്പർ മേക്കിങ്. ഹോളിവുഡ് പടങ്ങൾ വലിയ മേക്കിങ്. എല്ലാരും അടിച്ചു കയറി വാ. കലക്കി കലക്കി. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ഇന്ത്യയിലെ പ്രഗത്ഭരായ എല്ലാ നടന്മാരും തകർത്താടിയ പടമാണ്. പടം കണ്ടു കഴിഞ്ഞാൽ ആകെ നമ്മൾ എന്തോ വിസ്മയിച്ചു പോകുന്നതല്ല, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്ത പോലത്തെ ഒരു മേക്കിങ്ങും ഗംഭീര പരിപാടിയും. എന്താണ് നടക്കുന്നത്? സിനിമയുടെ മാജിക്കാണ്, മാജിക്. ചെറുപ്പം പടത്ത് തള്ളിയല്ലേണ്ട. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പടം. ഇനി പിക്ചർ അഭി ഭി ബാക്കി ഹെ ഭായ്. ഞാൻ പോകുന്നു. ബൈ ബൈ.